എല്ലാവർക്കും നമസ്കാരം. JRCയും ഗുഡാർസിയും സ്ട്രെങ്ത് കുറവാണ്. സ്ട്രെങ്ത് വരുന്നുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് തുടങ്ങാം. കാരണം സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമ്മുടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സമയം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തികയാത്തതും അതേ സമയം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും രാവിലെ കൃത്യമായിട്ട് 7:30 പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. അതൊരു ചെറിയ കാര്യമല്ല അല്ലെ. ഇപ്പൊ കയറിയ ആൾക്കാരെക്കാളും കൂടുതൽ കയറാത്ത ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ എന്നിരുന്നാൽ പോലും വിജയിക്കാൻ നമുക്ക് ഇത്ര ആൾക്കാർ മതി. നമ്മളിപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ടല്ലേ, നമ്മുടെ ബിസിനസിന്റെ 360 ഡിഗ്രിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാള്, ഒരു നല്ലൊരു ക്യാരക്ടറുള്ള, നല്ലൊരു എത്തിക്കുള്ള, നല്ലൊരു ഇന്റഗ്രിറ്റി ഉള്ള, നല്ലൊരു വിഷനുള്ള ഒരു വ്യക്തി വന്നാൽ മതി, പിക്ചറിന്റെ മൊത്തം ഒരു എന്താ പറയാ ഡയമെൻഷൻ തന്നെ മാറും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്റ്റാർ ആൻഡ് അബോവ് അച്ചീവേഴ്സ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി നമ്മൾ അനവധി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും അതന്നെ എടുത്ത് പറയേണ്ട ആവശ്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വട്ടവും നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റണം. ഒരു മാറ്റം എന്നും നമ്മുടെ ഉള്ളിൽ ഓൺഗോയിങ് പ്രോസസ് മാറണം. അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സുപ്രഭാതം കൊണ്ടോ ഉണ്ടാവുന്ന മാറ്റമല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചേഞ്ച് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. ഈ ബിസിനസ്സിൽ കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് ഞാനുണ്ട്. ഈ 5.5 കൊല്ലത്തിനിടയിൽ ഓരോ ദിവസവും ഇന്നലെ കണ്ട ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന് ഞാൻ. അത് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. കാരണം കാലഘട്ടം മാറുകയാണ്, സാഹചര്യങ്ങൾ മാറുകയാണ്, മനുഷ്യനെ പ്രതിയുള്ള കാഴ്ചപ്പാടുകൾ മാറുകയാണ്. AI ഒരു പുതിയൊരു ലോകമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് എങ്ങനെ ഈ ഒരു മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിലെ പ്രവർത്തനം കാഴ്ചവെക്കാം എന്നുള്ളത് നമ്മൾ മാറ്റത്തിലൂടെ തന്നെ കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ വി ഹാവ് ടു ചേഞ്ച്. എന്താ ചേഞ്ച് ചെയ്യാൻ പറ്റുക? അന്തരീക്ഷമോ ആൾക്കാരെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും അത് ആരോടൊപ്പം ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സുഖകരമായ ഒരു പ്രോസസ്സ് ആയിക്കോളുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഒരു മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലോ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലോ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് പെയിൻഫുൾ തന്നെയാണ് അല്ലെ. പക്ഷെ ലോകത്തിൽ ഒരു സംഭവം, ഒരു ചേഞ്ചും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോ ഒരു മുഴുക്കുടിയനായിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് കുടി നിർത്താൻ തീരുമാനിച്ചു. ഒരു 4-5 ദിവസം അയാൾ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മൊത്തം വേദനയോട് കൂടിയിട്ട് പൊളയും. അയാൾക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവും. ഇതൊക്കെ ആ ചേഞ്ചിന്റെ ഭാഗമാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ് അല്ലേ. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോവാണ്. ഒരു എല്ലുംകോലി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ജിമ്മിൽ പോയിട്ട് മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അയാൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ മസിലൊക്കെ എന്താവും? നല്ല രീതിയിൽ വലിഞ്ഞു തുടങ്ങും, വേദന അനുഭവപ്പെടും. ഇതൊക്കെ ചേഞ്ചിന്റെ ഭാഗമാണ്. പക്ഷെ ആ വേദന നമ്മൾ തരണം ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അപ്പുറത്ത് നമ്മുടെ തന്നെ ഏറ്റവും മികച്ചൊരു വേർഷൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ വേർഷനിലേക്കാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ പാലിക്കേണ്ട കുറച്ച് ലോസ് ആണ്. അത് ലീഡർഷിപ്പ് ബേസിസിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ലോസ് ആണ്. അപ്പൊ അധികം സമയം കളയാതെ തന്നെ ഞാൻ ആ ലോസിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ലോ ഒന്നല്ല, ഇത് ലോകമെമ്പാടും പല വേദികളിൽ പറഞ്ഞ് അത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്തൊരു ലോ ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഇസ് ഓൾറെഡി എ പ്രൂവൺ ലോസ്. ചുമ്മാ ഒരു ലോ അല്ല, ഇതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മുടെ ബിസിനസ്സുമായിട്ട് അത് എങ്ങനെ കണക്ട് ആവും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ 21 ഇറഫ്യൂറ്റബിൾ ലോസ് ഓഫ് ലീഡർഷിപ്പ്. ഇറഫ്യൂറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള, നിർബന്ധമായിട്ടും പാലിക്കേണ്ട ലോസ്. ഈ ലോസ് കോർപ്പറേറ്റ് ലെവലിലായിക്കോട്ടെ, ഒരു സ്ഥാപനം, ഒരു ബേസിക് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ സ്റ്റാഫുകളുമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ആ മേഖലയിൽ എന്ത് വേണം? ഈ ലോസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പറഞ്ഞത് ഞാനല്ല, ലീഡർഷിപ്പിനെ പറ്റിയിട്ട് വലിയൊരു പുസ്തകം തന്നെ എഴുതിയ ജോൺ സി മാക്സ്വെല്, അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരു റൈറ്റർ ആണ്, ഒരുപാട് പുതിയ തിയറീസ് ഈ ഒരു മേഖലയിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന 21 ലോസ് നമ്മൾ പാലിക്കണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബിസിനസിനെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായിട്ട് മാറും. അപ്പൊ ആദ്യത്തെ ലോ ആണ് ദ ലോ ഓഫ് ദ ലീഡ്. എന്താണ് ലോ ഓഫ് ദ ലീഡ്? ലീഡർഷിപ്പ് അബിലിറ്റി ഇസ് ദ ലീഡ് ദാറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് ലെവൽ ഓഫ് എഫക്റ്റീവ്നെസ്. അല്ലെ, ലീഡർഷിപ്പ് അബിലിറ്റി ഈസ് ദ ലീഡ് ദാറ്റ് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് ലെവൽ ഓഫ് എഫക്റ്റീവ്നെസ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഒരു കുപ്പിയുണ്ട്. ഈ കുപ്പിയിൽ, ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, ഒരു കുപ്പിയുണ്ട്. ഈ കുപ്പിയിൽ മേലൊരു അടപ്പ് വെച്ചിട്ടുണ്ടല്ലേ. എന്തിനാ ഈ അടപ്പ് വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ കുപ്പി താത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളം എത്രത്തോളം ഇവിടെ വന്നാലും, എത്ര പ്രഷറിൽ വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ലിഡ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്.
നമ്മൾ എന്താണ്, ഒരു ലിഡാണ്. അത് ആ വ്യക്തിയുടെ എഫക്റ്റീവ്നെസ്സിനെ എടുത്ത് കാണിക്കുന്നതാണ്. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ടോ, അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. യുവർ ലീഡർഷിപ്പ് അബിലിറ്റി വിൽ ഡിറ്റർമൈൻ ദ ഇമ്പാക്ട് ദാറ്റ് യു ഹാവ് ഓൺ എൻ ഓർഗനൈസേഷൻ. നിങ്ങളുടെ സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ പ്രതി നിങ്ങൾക്ക് ലീഡർഷിപ്പിലൂടെ കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് എത്രത്തോളമാണെന്നുള്ളത് ഈ ലിഡാണ് തീരുമാനിക്കുക. ദ ലോവർ യുവർ അബിലിറ്റി ടു ലീഡ്, ദ ലോവർ ദ ലിഡ് ഓൺ യുവർ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലെ ആൾക്കാരെ ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലിഡ് വളരെ വീക്കാണ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ലിഡ് കൂട്ടാൻ സാധിക്കുക? ലിഡ് കൂട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് രാത്രി കാലങ്ങളിൽ ചെയ്യേണ്ട ബിസിനസ് അല്ല, വീട്ടിൽ അടച്ചിരുന്ന് ചെയ്യേണ്ട ബിസിനസ് അല്ല. വി ഹാവ് ടു ബി ഇൻ ദ ഡേ ലൈറ്റ്, അല്ലെ, ലൈം ലൈറ്റിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീമിലെ വ്യക്തികൾ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നോ അതേ കാര്യം ആദ്യം നമ്മൾ ചെയ്യണം. എന്നാലാണ് അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ ആരും അറിയാതെ ഒരു മുറിക്കകത്തിരുന്ന് രാത്രി കാലങ്ങളിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. എന്ത് വേണം, ഡേ ലൈറ്റിൽ, ലൈം ലൈറ്റിൽ നമ്മൾ ചെയ്യണം. ഗോപകുമാർ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സദസ്സിൽ ഒരു എന്താ പറയുക ഓഡിയൻസ് ആയിട്ട് ഒതുങ്ങാം, അല്ലെങ്കിൽ ആ സദസ്സിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു വേദിയുണ്ട്, ആ വേദിയിൽ ഒരു പെർഫോമർ ആയിട്ട് മാറാം. ആരാണോ പെർഫോം ചെയ്യുന്നത് ആ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻസെന്റീവ് കിട്ടി തുടങ്ങുക. കാരണം എന്താ, പെർഫോമൻസ് ബോണസ് തൊട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 2 തൊട്ട് 22% വരെ കിട്ടുന്നത്. അപ്പൊ യു ഹാവ് ടു ബി എ പെർഫോമർ. എത്രത്തോളം നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വരുമാനം നിങ്ങളുടെ കൂട്ടും. അപ്പൊ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലിഡാണ്. അത് നമ്മൾ എൻഹാൻസ് ചെയ്തേ പറ്റൂ. നിങ്ങൾ വേദിയിൽ കയറി സംസാരിക്കാൻ പാടുപെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു മാറ്റമാണ്. ഈ മാറ്റം നിങ്ങൾ നിങ്ങളുടെ ടീമിന് കാണിച്ചു കൊടുത്താലേ അവരുടെ ഉള്ളിലും തോന്നുള്ളൂ, ശരിയാണ് എനിക്കും ഇത് ചെയ്യാൻ പറ്റും. അനിയന്മാര് അവരുടെ ഫാമിലി ആയ സാറേ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. യെസ്. സോ ഈ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാളിലേക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ ലോ ഓഫ് ദ ലീഡ്. ഇതിൽ നമ്മുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ അളക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ടീമിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഇമ്പാക്ട് അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെന്ത് വേണം, അവരെ ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിനാദ്യം നമ്മൾ ആസ് എ ലീഡർ പെർഫോം ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ, സിസ്റ്റം 21 സ്റ്റെപ്പ് എന്താണോ അത് കൃത്യമായിട്ട് പാലിക്കണം. ഇൻകം പ്ലാൻ വരച്ച് കാണിക്കാൻ പറ്റണം, മാർക്കറ്റിംഗ് പ്ലാൻ വരച്ച് കാണിക്കാൻ പറ്റണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല, സെയിൽസ് എങ്ങനെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഇതിനെപ്പറ്റി വ്യക്തമായ ഡെമോൺസ്ട്രേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്താൽ മാത്രമേ നമ്മുടെ ടീമിൽ നിന്ന് ആ രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ വരുള്ളൂ. നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. ഞാൻ 1500 PV ചെയ്തിട്ട് ഞാൻ എന്റെ ടീമിനോട് പറയാണ് നിങ്ങൾ 5000 PV ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. ഈവൻ ഞാൻ 5000 PV ചെയ്താൽ തന്നെയാണ് അവർ അറ്റ്ലീസ്റ്റ് ഒരു 2500 PV എങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ 1500 PV ചെയ്താൽ പിന്നെ അവർ 5000 PV ചെയ്യുമെന്ന് ഞാൻ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഒരു മാതൃകയാവണം. നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇത് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് ഡൗൺ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യും. അല്ലെങ്കിൽ അവരാണ് നിങ്ങളെ ലീഡ് ചെയ്യുക. ആദ്യം സാറ് പോയിട്ട് ചെയ്തിട്ട് വാ, ഞാൻ എന്റെ രീതിയിൽ ചെയ്യാം, എന്നിട്ട് സാർ ഇത് ചെയ്തു വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ ഇത് ചെയ്യാം എന്നുള്ളത് പറയും. ഫസ്റ്റ് വി ഹാവ് ടു ഷോ ഹൗ ഇറ്റ് ഈസ് ഡൺ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കാണിച്ചു പോകും. അത് കാണിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത്, നമ്മുടെ കൂടെ വരുന്ന പ്രോസ്പെക്ട് നമ്മുടെ ലീഡറായിട്ട് മാറുന്നത്. കാരണം എന്താ, നമ്മൾ ഈ ബിസിനസ്സിൽ വന്ന് കൊല്ലങ്ങളായി, നമ്മുടെ ഉള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടില്ല. പക്ഷെ യാദൃശികമായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു വ്യക്തി ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി അവർ ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡറായിട്ട് മാറും. പിന്നെ അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരില്ല. അത് നിങ്ങൾക്ക് ഈഗോ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം എന്താ, ഞാൻ മാറിയില്ല, സമയത്തിനും കാലത്തിനും വ്യക്തികൾക്കും കൂടെ ഞാൻ മാറാൻ റെഡി ആയില്ല, വേറൊരാൾ മാറാൻ റെഡിയായി, അയാൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടായി, നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടായില്ല. സോ ചൂസ് വൈസ്ലി. ദ ലോ ഓഫ് ദ ലീഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള അബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ മാറ്റാൻ റെഡി ആയിരിക്കണം. ദാറ്റ് ഈസ് ദ നമ്പർ 1 ലോ ഓഫ് ലീഡ്. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഇൻഫ്ലുവൻസ്.
ദ പവർ ടു ഇൻഫ്ലുവൻസ് ലൈസ് ഇൻ ദ അബിലിറ്റി ടു ഗെറ്റ് പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ്. അതായത് നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു ടാർഗറ്റ് ആയിക്കോട്ടെ, ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതിൽ എത്ര പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ്. ഇഫ് നോ വൺ ഈസ് ഫോളോയിങ്, യു ആർ നോട്ട് എ ലീഡർ. ഇപ്പോൾ നിങ്ങളൊരു മീറ്റിംഗിലേക്ക് വരികയാണ്, നിങ്ങൾ മാത്രമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ബീങ് എ ലീഡർ. ജസ്റ്റ് ബിക്കോസ് യു ക്യാൻ മാനേജ് സംതിങ് വെൽ ഡസ് നോട്ട് മീൻ യു ക്യാൻ ലീഡ്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലീഡർഷിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ലീഡർ അല്ല, മാനേജർ ആണെന്നുള്ളത് മാത്രമല്ലോ. നമുക്ക് ഇവിടെ ആരെയാ വേണ്ടത്? ലീഡറിനെയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെ ശരിയായ രീതിയിൽ ഒരു വ്യക്തിനെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 3 രീതിയിലാണ് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഒന്ന്, ഈ ബിസിനസിന്റെ തുടക്കത്തിൽ ആസ് എ സെയിൽസ് പേഴ്സൺ നമ്മളൊരു വ്യക്തിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ആണ്. രണ്ടാമത്, ആ വ്യക്തി നമ്മുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ആയി കഴിഞ്ഞാൽ അവരോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് മറ്റൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ആണ്. മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന ആൾക്കാരെ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെ അവരെ കൊണ്ടുവരണം, ഇപ്പൊ നിലനിൽക്കുന്ന ടീമിനെ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ഈ സംസാരിക്കുന്നതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ആ സെയിൽസിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആരാണ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ്? ഇപ്പൊ ബിസിനസ് പ്ലാൻ പറയാനായിക്കോട്ടെ, അല്ലെങ്കിൽ സെയിൽസിന് പോകാനായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഫസ്റ്റ് തിങ് ഈസ് ടാർഗറ്റഡ് പേഴ്സൺ. നിങ്ങൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കോൾഡ് കോളിംഗിന്റെ കാലഘട്ടം പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് ഡിജിറ്റൽ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ പൊതുവെ നേരിട്ട് പോയി സംസാരിക്കുന്ന രീതി താരതമ്യം കുറവാണ്. നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് പറയുന്നതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ലോകം അങ്ങനെ ആയി തുടങ്ങി. അപ്പൊ ഇന്ന് ഡിജിറ്റൽ സ്പേസിലൂടെയാണ് ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നത്, ടോട്ടൽ സ്ട്രേഞ്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ഒരു ആശയത്തെ എത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ വ്യക്തിയെ പറ്റി അറിയുക എന്നുള്ളതാണ്. ആ വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണ്, ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ അറിയാൻ പറ്റുക? അവരിലൂടെയുള്ള സംസാരത്തിലൂടെ അറിയാൻ സാധിക്കണം. ആ സംസാരം നമ്മൾ എന്ത് ചെയ്യണം? ഇനിഷ്യേറ്റ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് ക്ഷമ വേണം. അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ടാർഗറ്റഡ് ഓഡിയൻസ് ഇത് നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണോ എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി, അവിടെ റോഡ് സൈഡിൽ കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഭിക്ഷ എടുക്കാൻ ഇരിക്കുന്നുണ്ട്. ഉടനടി എനിക്കറിയാം ഇവരെ നമുക്ക് ഇപ്പോൾ സിസ്റ്റത്തിൽ നിലവിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനി വരും, ഫ്യൂച്ചർ സമയത്ത് നമുക്ക് വന്നേക്കാം. പക്ഷെ നിലവിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അത് അനുവദിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ വിലയിരുത്തുകയാണ്. ഇതേപോലെ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ ചേഷ്ടകൾ, അവർ സംസാരിക്കുന്ന രീതി, അവർ നിൽക്കുന്ന ഒരു രീതി, അവര് ഒരാളോട് പെരുമാറുന്ന രീതി, ഇതൊക്കെ വെച്ച് നമുക്ക് ബേസിക് ലെവലിൽ അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവരുമായിട്ട് എന്ത് വേണം? സംസാരിക്കണം. അവിടെയാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ടാർഗറ്റഡ് ഓഡിയൻസ് ആണോ? അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അയാളോട് അത് പറയാനുള്ള സമയം അനുയോജ്യമായ ഒരു സമയമാണോ? അയാൾ തിരക്ക് പിടിച്ച് നിൽക്കുകയാണോ, അല്ലെങ്കിൽ വളരെ ശാന്തനായിട്ട് അവിടെ ഇരിക്കുകയാണോ? ഇതൊക്കെ നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ടാർഗറ്റ് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് റിസോഴ്സസ്. കാരണം ഒരു സെയിൽസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ബിസിനസിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. ഒന്നാമത്തെ റിസോഴ്സ് ആണ് നമ്മുടെ നോളേജ്. ഈ സിസ്റ്റത്തെ പ്രതി, ഇതിന്റെ ഉൽപ്പന്നങ്ങളെ പ്രതി നമുക്കുണ്ടാവുന്ന നോളേജ്. ആ നോളേജ് എവിടെ നിന്ന് കിട്ടും? ഇത്തരത്തിലെ മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടും, പ്രോഗ്രാമുകളിൽ നിന്ന് കിട്ടും. പക്ഷെ പരമാവധി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷെ തെറ്റായിരിക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിവ് കിട്ടുക ഫിസിക്കൽ പ്രോഗ്രാം. കാരണം അവിടെ നിങ്ങളുടെ 100% നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും, മെന്റലി പ്രസന്റ് ആയിരിക്കും. നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ, നല്ലൊരു എന്താ പറയുക കമന്റേറ്റർ ആണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ, നല്ലൊരു ലീഡർ ആണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, അവർ തീർച്ചയായിട്ടും നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരും അവരുടെ കഴിവ് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ ഈ നോളേജ് എന്ന് പറയുന്നത് നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ അതിനെന്ത് വേണം? നമ്മൾ നിരന്തരമായിട്ട് കിട്ടിയ കാര്യങ്ങളെ പകർത്തി എഴുതണം. ഇപ്പൊ ഒരു ക്ലാസ്, ഇപ്പൊ സജീവ് കുമാർ സാറിന്റെ ഒരു ക്ലാസ് ഞാൻ കേൾക്കാൻ പോയി. ഞാൻ സജീവ് കുമാർ സാർ പറയുന്ന ആ സ്പീഡിൽ ഞാൻ അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റുകൾ എഴുതി. പക്ഷെ ഇതിനെ എന്റേതായ രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പകുതി മുക്കാലും കണക്ട് ആവില്ല. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ? സാറിന്റെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഞാൻ നോട്ടിൽ എഴുതിയതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് അത് എന്റേതായ ഭാഷയിൽ പകർത്തി എഴുതണം.
എന്നിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് നോളജ് ആയിട്ട് മാറുക. ഇപ്പൊ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ നൂറുകണക്കിന് ക്ലാസ് ന്യൂട്രിചാർജ് വെജ് ഒമേഗയെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ക്ലാസ്സിലും നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് നമ്മൾ ഒരാളോട് പറയുമ്പോൾ വിട്ടുപോകാനുള്ള കാരണം നമ്മൾ ഇത് പകർത്തി എഴുതുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പകർത്തി എഴുതുമ്പോൾ അവിടെ നമ്മുടെ അറിവും കൂടി നമ്മുടെ ഭാഷയിൽ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് നോളജ് ആയിട്ട് മാറുന്നത്. ഞാനിപ്പോ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ നിങ്ങൾക്ക് നോളജ് ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ആദ്യം അതിനെ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് ഇത് നിങ്ങൾ വീണ്ടും വീട്ടിൽ പോയിട്ട് പകർത്തി എഴുതിയതിനു ശേഷം അതിന്റെ അപ്ലിക്കേഷൻ ആണ് പിന്നെ നോളജ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ നോളേജ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉൽപ്പന്നത്തെ പറ്റി. ഇനി ഒരു സെയിൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ന്യൂട്രിചാർജ് വുമൺ ആണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ എല്ലാം പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു വുമണിനെ പറ്റി നിങ്ങൾ എല്ലാം പറയാൻ നിന്ന എന്ന് തീരാന്? പ്രസന്റേഷൻ തീർത്ത് വീട്ടിൽ പോണ്ടേ? മിനിമം 1 മണിക്കൂറെങ്കിലും ന്യൂട്രിചാർജ് വുമണിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് പറയാൻ വേണം. അവർക്ക് അവിടെ എന്താണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് അവിടെ എന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ അറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്? അവരുടെ സംസാരത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വേണ്ടിയിട്ട് ന്യൂട്രിചാർജിൽ ഹിമോഗ്ലോബിൻ അളക്കാനുള്ള ഒരു കിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ച് നമുക്ക് സംസാരിക്കാം. അത് ശരിയായിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നഖങ്ങള്, അവരുടെ കണ്ണിന്റെ താഴെ ചുമപ്പുണ്ടോ അല്ലെങ്കിൽ വെള്ളയാണോ എന്നുള്ളത് കാണിച്ചു കൊടുത്താൽ അവരിൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. അവർ തന്നെ പറയും എനിക്കിത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പൊ എന്ത് വേണം? നമ്മൾ അവരുമായിട്ട് സംസാരിക്കണം. എന്നിട്ട് നമ്മുടെ നോളേജിനെ അവിടെ ശരിയായ രീതിയിൽ അളവിനനുസരിച്ച് ഇൻപുട്ട് ചെയ്യണം. പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയി അവരുടെ ശ്രദ്ധ ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോഴും കഴിയും. പക്ഷെ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല. അതാണ് അവിടെ കൊടുക്കേണ്ടത്. എന്താണോ അവർക്ക് ആഗ്രഹം അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു ഉദാഹരണം പറയാം. മിനിഞ്ഞാന്ന് ഞാൻ ബയോഏജിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ എന്ത് ചെയ്തു? ഗ്രൂപ്പിലിട്ടു. എന്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. ഞാൻ ബയോഏജിന്റെ ഒരു ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരു പയ്യൻ അവൻ എന്നോട് ചോദിച്ചു, ഈ അയൽവക്കത്തുള്ളത് ആ പയ്യൻ എന്നോട് ചോദിച്ചു, ഇത് നല്ലതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലതാണ്. ഇത്രയും ഗുണങ്ങളുണ്ടോ? ഉണ്ട്. ചോദിച്ചു എന്തേ? അല്ല എനിക്ക് ഇടയ്ക്ക് ഡ്രിങ്കിങ് ഹാബിറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ കൺട്രോൾ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അവന് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സെയിൽസിന്റെ വക്കത്ത് ഇങ്ങനെ ഇത് വന്ന് നിൽക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെ അവർക്ക് വേണ്ട ഇൻഫോർമേഷൻ ഞാൻ കൊടുത്തപ്പോൾ അയാൾ അട്രാക്റ്റഡ് ആയി. പലപ്പോഴും നമ്മളൊരു പ്ലാൻ പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം സെയിൽ ചെയ്യാൻ നിൽക്കുമ്പോഴും ആൾക്കാർ അട്രാക്റ്റഡ് ആവാത്തതിന്റെ കാരണം അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരുടെ ഒരു പട്ടികയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വട്ടം അതിൽ വന്ന ഒരാളാണ് ജോർഡൻ ബെൽഫോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം വാൾ സ്ട്രീറ്റിൽ വലിയൊരു തിരിമറി നടത്തിയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത രീതി മൊത്തം മാറ്റി ഒരു നല്ല മനുഷ്യനായിട്ട് മാറി, മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറി, ഉഗ്രനായിട്ട് സെയിൽ ചെയ്യാൻ അറിയാം. ഈ വ്യക്തി ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് സെൽ മീ ദിസ് പെൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ആ സെൽ മീ ദിസ് പെൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇത് നല്ലൊരു പേനയാണ്, ഇത് ഒരുപാട് നാൾ ഈട് നിൽക്കും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു. അയാൾ ആ പേന അടുത്ത ആൾക്ക് കൊടുത്തു. പറയൂ ഇത് എനിക്ക് വിറ്റ് കാണിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ പേനയുടെ ഫീച്ചറാണ് പറഞ്ഞത്. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവസാനം ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പേന ഞാൻ ഒരാൾക്ക് വിൽക്കണമെങ്കിൽ അയാൾക്ക് ഈ പേന ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം അന്വേഷിക്കണം. അതിന് ഞാൻ അയാളുമായിട്ട് സംസാരിക്കണം. സാറ് മാർക്കറ്റിൽ ഒരു പേനയ്ക്ക് വേണ്ടിയിട്ട് എത്ര കാലമായി അലഞ്ഞു തുടങ്ങുന്നു? ഏത് തരത്തിലെ പേനയാണ് സാർ ഉപയോഗിക്കുക? സാറിന് ഗ്രിപ്പ് ഉള്ളതാണോ ഇഷ്ടം, ഗ്രിപ്പ് ഇല്ലാത്തതാണോ ഇഷ്ടം, ഇങ്ക് ആണോ ഇഷ്ടം, ബോൾ ആണോ ഇഷ്ടം? ഇതൊക്കെ ചോദിക്കണം. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കുള്ളൂ. ഇതേപോലെ തന്നെ അയാളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഈ കൺസെപ്റ്റും വിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നോളേജ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആ നോളേജ് കൃത്യമായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അവർക്ക് വേണ്ടത് എന്താന്നുള്ളത് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിക്കും, നമ്മളൊരു സദ്യയിൽ ഇരിക്കുമ്പോൾ അവിടെ സദ്യ വിളമ്പുന്ന ആള് ആദ്യത്തെ വട്ടം എല്ലാം വിളമ്പിയിട്ട് പോകും. രണ്ടാമത്തെ വട്ടം അവർ നിങ്ങളോട് ചോദിച്ചിട്ടാ വിളമ്പുള്ളൂ അല്ലെ? കാരണം എന്താ? അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ സദ്യ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോ ഇതേപോലെ എന്താണോ വിളമ്പേണ്ടത്, ഏത് അളവിനാണോ വിളമ്പേണ്ടത് ആ രീതിയിൽ മാത്രം വിളമ്പുക. എല്ലാം കൂടി പറയാൻ നിൽക്കരുത്. ഞാൻ എന്റെ ക്ലാസ്സുകളിൽ പറയാനുള്ള ഒരു കാര്യം ഇപ്പം ന്യൂട്രിചാർജ് ആണ്. ന്യൂട്രിചാർജിനെ പറ്റി അങ്ങേയറ്റം പറയാനുണ്ട്. നിങ്ങൾ ന്യൂട്രിചാർജ് സെഗ്മെന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചക്രവ്യൂഹം പോലെയാ, അതിൽ നിന്ന് പുറത്തിറങ്ങുക എളുപ്പമല്ല. അപ്പൊ എന്ത് വേണം? ആ ഉൽപ്പന്നത്തിന്റെ USP, 3-4 USP നമ്മൾ പറയണം. എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് വേണ്ടത് എന്താന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതാണ് നോളജ്. ഒന്നാമത്തത് റിസോഴ്സസിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് നോളജ്. രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ടൂൾസ് വേണം.
പറയുന്ന കാര്യത്തെ പ്രതി ടൂൾസ് വേണം. എന്താ ടൂൾസ്? നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്, നമ്മുടെ വൈറോ ബുക്ക്, ഗാമയുടെ ഗാമയുടെ ബുക്ക്, ഹരിത സഞ്ജീവനിയുടെ ബുക്ക്, നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ ചെറിയ ബ്രൗഷേഴ്സ്, ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കോടിക്കണക്കിന് രൂപ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരു 4 ബ്രൗഷർ വിറ്റ് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്? വൈ ഇറ്റ് ഈസ് പ്രൊവൈഡിങ്? നമ്മുടെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടൂൾ അവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഒത്തൻസിറ്റി ഉണ്ടായിരിക്കും. അതായത് ഇതിനെ പ്രതി പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ എന്ത് വരും? ഒരു ഒതൻസിറ്റി വരും. രണ്ടാമത്തെ കാര്യം, ടൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അവിടെ ഉപകാരപ്പെടുക. കാരണം നിങ്ങളല്ല അത് പറയുന്നത്, ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പുസ്തകത്തിൽ എഴുതിയ ഒരാൾ വിവരമുള്ള ഒരാളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലെ? ഇപ്പൊ നമുക്കറിയാം, മനീഷ മാഡത്തിന്റെ പുസ്തകം ഉണ്ട് അല്ലെ? ഇപ്പൊ ഇന്നലെ നടന്ന ഒരു മീറ്റിംഗില് സജിത ശ്രീജിത്ത് മാഡം പറഞ്ഞൊരു കാര്യം, അവരൊരു വീട്ടിൽ പോയി തവിടനെ പറ്റി പറഞ്ഞു. അയാൾ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അയാളുടെ രോഗം മാറാൻ നിങ്ങൾ മരുന്നൊന്നും കഴിക്കണ്ട, പക്ഷെ ഈ പുസ്തകത്തിൽ നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മെച്ചപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറച്ചും കൂടിയും ഒന്ന് അഴഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അവിടെ സെയിൽ അല്ല നടന്നത്, അവിടെ അയാളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തു വിത്തൗട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റ്. അത് പറഞ്ഞപ്പോൾ അയാൾ കുറച്ചും കൂടി അഴിഞ്ഞു. ഇനി അവിടെ ഒരു പക്ഷെ സാധ്യത വന്നേക്കാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൂൾസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മുടെ മുൻനിരയിൽ വന്നിരിക്കുന്ന ലീഡേഴ്സ് എല്ലാവരും വിജയിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം വേറെ ഒന്നുമല്ല, അവർ ടൂളുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ക്ലാസ്സിലും മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ അല്ലാത്ത ഒരു കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. പറയുന്ന ശൈലി വ്യത്യാസം ഉണ്ടാവും, രീതി വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ പറയുന്ന കാര്യങ്ങൾ സെയിം തന്നെയായിരിക്കും. ആ ബുക്കിലുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, അതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പോ ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീതയുണ്ട്, ഖുറാനില് നമുക്ക് മുസ്ലിമുകൾക്ക് ഖുറാൻ ഉണ്ട്, അതേപോലെ ക്രിസ്ത്യൻസിന് ബൈബിൾ ഉണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ വളരെ എന്താ പറയാ കൊല്ലങ്ങളായിട്ട് അതിനെ പാലിക്കുകയും അതിന്റെ നിയമങ്ങൾ പാലിക്കുകയും അതിൽ നിന്ന് ആശയങ്ങൾ എടുക്കുകയും അതിലത്തെ വിശ്വാസം വളരെ കൂടുതലാണെങ്കിൽ, അതൊരു സമൂഹത്തെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത്രയും കാലമായിട്ട് ഒരു നല്ല നടപ്പിൽ നയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു നമ്മുടെ ഖുറാനും നമ്മുടെ ബൈബിളും നമ്മുടെ ഭഗവത്ഗീതയുമാണ് മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്. എല്ലാ എല്ലാ മേഖലകളിലും ഒരു ഗ്രന്ഥം ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ ഈ ഒരു ലോ ഓഫ് 21 ലോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ വേൾഡിൽ ഒരു ഗ്രന്ഥമാണ്. എന്തിന്? ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയായ പാതയിൽ നടക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലായിടത്തും അതുപോലെ ഒരു ഗ്രന്ഥമുള്ള പോലെ തന്നെ നമ്മുടെ ഗ്രന്ഥമാണ് മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ യാതൊരു മടിയും വിചാരിക്കരുത്. പക്ഷെ കാണിച്ചു കൊടുക്കണേക്കാളും മുന്നേ നമ്മൾ അത് ഒരു വട്ടമല്ല 1000 വട്ടം വായിച്ചിരിക്കണം. ഏത് പേജിൽ ഏത് വരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഫോട്ടോ സഹിതം കാണിക്കുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ അതിനെ അബ്സോർവ് ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് റേഡിയോനേക്കാളും കൂടുതൽ സിനിമയ്ക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്നത്. കാരണം റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ, കാണുന്നില്ല. കാണുമ്പോൾ എന്ത് വരും? ആ രംഗം കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തില് പതിയും. അതുകൊണ്ടാണ് പറയുന്നത് പവർ ഓഫ് സീയിങ് ഈസ് വെരി ഹൈ. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഇതിനെ കാണിക്കൂ. മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിലൂടെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ കാണിക്കൂ. എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിലൂടെ അത് കാണിക്കാൻ സാധിക്കും. മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ നമ്മുടെ തവിടെണ്ണയെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്, ഇതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഉള്ളൂ. സോ ലോ ഓഫ് ഇൻഫ്ലുവൻസില് റിസോഴ്സസിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ടൂൾസ്. മൂന്നാമത്തതാണ് എന്താ? ടെസ്റ്റിമോണിയൽസ്. എന്താ ടെസ്റ്റിമോണിയൽസ്? ടെസ്റ്റിമോണിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ആർക്കെങ്കിലും ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അതിന്റെ ഗുണം എന്താ? നിങ്ങൾ പറയുന്നേക്കാളും 10 ഇരട്ടി എഫക്റ്റ് ഉണ്ടാവും വേറൊരാൾക്ക് കിട്ടിയ അനുഭവം പറയുമ്പോൾ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമൽ ആണ് അല്ലെ? അപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രാണിക്കുണ്ടായ മാറ്റം അയാളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം പറയുന്നത് നിങ്ങളല്ല, ഓൾറെഡി അദ്ദേഹം ജീവിക്കുന്ന അതേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത്, ഒരു എക്സ്റ്റേണൽ സോഴ്സ് അല്ലെ? ഇവിടെ എന്ത് സംഭവിക്കും? കുറച്ചും കൂടിയും ഒരു വിശ്വാസം വരാനും ഒരു ഒത്തൻസിറ്റി വരാനും, ഇയാൾക്ക് ഇത് മാറുമെങ്കിൽ എനിക്കും മാറും എന്നുള്ളൊരു തോന്നൽ വരാൻ ഈ ടെസ്റ്റിമോണിയല് സഹായിക്കും. ഇഷ്ടം പോലെ ആൾക്കാർക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നമ്മൾ ഇവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മാറ്റം
മറ്റൊരാൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ അതിന്റെ ചെറിയൊരു വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഹരിത സഞ്ജീവനി ഇട്ടു, അല്ലെങ്കിൽ ഗുഡ് ഗാർഡൻ ഗോൾഡ് ഇട്ടു, അതിൽ നിന്നുണ്ടായ റിസൾട്ട് നമ്മൾ ആ വീട്ടിൽ പോയി അവരുടെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു 4 മണിക്കൂർ ഹരിത സഞ്ജീവനിനെ പറ്റി പറയുന്നേക്കാളും എഫക്ട് ഉണ്ടാവും ആ ഒറ്റ ഒരു വീഡിയോ കാണിക്കാൻ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. നമ്മളൊരു സ്റ്റുഡിയോ പോയിട്ട് ഇവരെ കൊണ്ട് നല്ല കോട്ടും ടൈ ഒക്കെ ഇടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ ആളാ പറയുന്നത്, സാധാരണക്കാരനല്ല പറയുന്നത്. സാധാരണക്കാരന്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ സാധാരണ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ വീഡിയോ എടുക്കണം. ആ വീഡിയോ നിങ്ങൾ കയ്യിൽ വെക്കൂ. സാർ ഞാൻ പറയുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് സാർ ഈ വീഡിയോ ഒരു 2 മിനിറ്റിന്റെ വീഡിയോ സാർ ഇതൊന്ന് കണ്ടുനോക്കും എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവർ കാണും. കാണും. കാരണം എന്താ, അവിടെ ഒരു ആകാംക്ഷ നമ്മൾ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടെസ്റ്റിമോണിയൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ടെസ്റ്റിമോണിയൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ടെസ്റ്റിമോണിയലിന്റെ പവർ ഈ അടുത്ത് സുരാഗ് സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. അട്ടപ്പാടി മേഖലയിൽ ഒരു ലേഡിക്ക് അവരുടെ ഹെൽത്ത് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്ത ഒരു വീഡിയോ ആ മേഡം ആ ഏരിയയിൽ മൊത്തം കൊണ്ട് കാണിച്ചതിന്റെ റിസൾട്ടാണ് അവിടെ 2 ലക്ഷത്തിന് മേലെ PV വന്നത്. വൈ? ബിക്കോസ് ഓഫ് എ ടെസ്റ്റിമോണിയൽ. ആ ടെസ്റ്റിമോണിയൽ ആണ് നമ്മളെ ഈ ബിസിനസ്സിൽ വളർത്തുക. ആ ടെസ്റ്റിമോണിയൽ നമ്മുടെ കയ്യിൽ വേണം. എന്റെ കടയിലേക്ക് ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ ഒരു ലേഡി വന്നു. ആ ലേഡി അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് ഫേസ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. അപ്പൊ സ്ക്രബിനെ പറ്റിയിട്ടും ബോഡി ലോഷനെ പറ്റിയിട്ട് എന്നോട് ചോദിച്ചു, മുരിങ്ങയുടെ. എനിക്ക് അതിനെപ്പറ്റി അത്ര അറിവൊന്നുണ്ടായിരുന്നില്ല, ഞാനന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പക്ഷെ ഞാനിത് മാഡത്തിനോട് പറയുന്നേക്കാളും നല്ലത് ഇത് ഉപയോഗിച്ച ഒരാൾ പറയുന്നത് മാഡം കേൾക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് ഒരു 4 മിനിറ്റിന്റെ മുരിങ്ങയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തു. അവര് സ്ക്രബും ലോഷനും സോപ്പും ആ മുരിങ്ങയുടെ മൊത്തം സെറ്റ് അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. വൈ? ബിക്കോസ് പറഞ്ഞത് ഞാനല്ല. ഒരു പക്ഷെ ഞാനാണ് പറഞ്ഞതെങ്കിൽ, ഞാനൊരു പുരുഷനാണ്, ഞാൻ അത്ര സൗന്ദര്യത്തിന് അത്ര സീരിയസ്നെസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ സ്കിൻ കെയറിന് അത്ര സീരിയസ്നെസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല എന്ന് അവരുടെ ഉള്ളിൽ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ പോലെ ഒരു വ്യക്തി, ഒരു സ്ത്രീ അവിടെ പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഇത് എനിക്കും പറ്റും, ഞാൻ ഉപയോഗിച്ചാലും എന്റെ മുഖത്തെ പാടുകൾ മാറുന്ന ഒരു തോന്നൽ വന്നപ്പോൾ എന്തുണ്ടായി, അവരത് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ അവിടെ ഞാൻ പറയുന്നേക്കാളും 10 ഇരട്ടി റിസൾട്ട് ആ വീഡിയോ കണ്ടപ്പോ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ ഗാമ ഡോക്ടർ ദിനേശ് ബാബു സാർ അന്ന് ആ വേദിയിൽ പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ഗാമ മൊത്തം വിറ്റുപോയി. വൈ? കാരണം ഹീസ് എ ഡോക്ടർ അല്ലെ. അയാൾ എന്ത് ചെയ്തു, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടുകൾ, ടെസ്റ്റിമോണിയലുകൾ അവിടെ കാണിച്ചപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം ഉറപ്പു വന്നു, ഇത് എല്ലാവർക്കും മാറുമെങ്കിൽ എനിക്കും മാറും എന്നുള്ളത്. അങ്ങനെ ആൾക്കാർ അത് വാങ്ങിച്ചു. സോ പവർ ഓഫ് ടെസ്റ്റിമോണിയൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ആദ്യത്തേതാണ് നോളജ്, രണ്ടാമത്താണ് ടൂൾസ്, മൂന്നാമത്താണ് ടെസ്റ്റിമോണിയൽ, ആൻഡ് നാലാമത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. എല്ലായിടത്തും നമ്മൾ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ കുറച്ച് അനുഭവ സമ്പത്തും ജ്ഞാനവും ഉൽപ്പന്നങ്ങളെ പ്രതി കൃത്യമായിട്ടുള്ള ധാരണയുമുള്ള വ്യക്തികൾ ആരാണോ അവരെ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നേക്കാളും നന്നായിട്ട് അവർ മറ്റവർ പറഞ്ഞത് കേൾക്കും. കാരണം ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, പണ്ട് രാജസേനന്റെ ഒരു സിനിമയുണ്ട്, അയലത്തെ അദ്ദേഹം. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ സിനിമ ഇതിന്റെ ഒരു ലൈവ് എക്സാമ്പിളാണ്. കാരണം ജയറാം എന്ന് പറഞ്ഞാലും വീട്ടിൽ ആരും ഒന്നും കേൾക്കില്ല. അപ്പുറത്തെ വീട്ടിലെ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് കേൾക്കും. കാരണം എന്താ, അതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. നമ്മൾ പറയുന്നേക്കാളും വില വേറൊരാൾ പറയുമ്പോൾ, നമ്മൾ പറയുന്നേക്കാളും ശ്രദ്ധ വേറൊരാൾ പറയുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാര്, ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാര്, പരിചയക്കാരുടെ അടുത്ത് എന്ത് ചെയ്യുക, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അവിടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെയാണോ കൊണ്ടുപോകുന്നത് ആ വ്യക്തിനെ വേണം നിങ്ങൾ ആദ്യം എഡിഫൈ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മൾ നമ്മുടെ ലീഡറിനെ എഡിഫൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പ്രോസ്പെക്ടിനെ എഡിഫൈ ചെയ്യും. ഇപ്പം പുലിയാണ്, കടുവയാണ്, ആനയാണ്, ചീങ്കണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് എഡിഫൈ ചെയ്യും. അപ്പൊ ഇയാള് പൊങ്ങിയിട്ട് ഇതെന്റെ ലീഡർ ആണെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എഡിഫിക്കേഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ ഈ ലീഡർ പറയുന്ന ഒരു കാര്യങ്ങളും ഇയാളുടെ ചെവിയിൽ കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ പ്രൊഫഷനിൽ ഗുണം ചെയ്യുന്നത് എന്താണോ അതാണ് ചെയ്തത്. നമ്മുടെ പ്രൊഫഷൻ വളരണമെങ്കിൽ നമ്മുടെ ലീഡറിനെ നമ്മൾ എഡിഫൈ ചെയ്യണം. ആരെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് ആ വ്യക്തിനെ നമ്മൾ എഡിഫൈ ചെയ്ത് പറയണം. സാറിന് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് ഒഴിവുണ്ടായിരുന്നു, അങ്ങനെ ഇന്ന് വന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാമും എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് എന്തായാലും നമുക്ക് കിട്ടി. ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഇനി ഞാൻ പറയുന്നതല്ല, സാറ് ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ, ഈ ബിസിനസ്സിൽ 19 കൊല്ലത്തെ പ്രവർത്തനമുള്ള വ്യക്തിയാണ്. അപ്പോഴാണ് അവർക്ക് തോന്നുന്നത്, ശരി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടേക്കാം. കാരണം
നമുക്കറിയാം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിക്കോട്ടെ എന്നുള്ളത്. കാരണം നമ്മളെ ഡിഫൈൻ ചെയ്ത് പറയാലേ, ഈ ലോകത്തില് ആൾക്കാർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരാളെ ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് തോന്നും ഇപ്പൊ എന്തെങ്കിലും കാരണം, വെറുതെ ഇപ്പൊ ഒരാളെ പുകഴ്ത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ആ എഡിഫിക്കേഷൻ ആണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോഴ്സസ്, എന്തൊക്കെയാണ് റിസോഴ്സസ്? ഒന്നാണ് നോളേജ്, രണ്ടാണ് ടൂൾസ്, മൂന്നാണ് ടെസ്റ്റിമോണിയൽ, ആൻഡ് നാലാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് എന്താണ്? TFI, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. TPI, തേർഡ് പാർട്ടി എന്താ പറയാ, ഇൻഷുറൻസ് അല്ല, സോറി, ഇൻഫ്ലുവൻസ്. ഓക്കെ, ഈ 4 കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ റിസോഴ്സസ് ശരിയായിട്ട് കാണിച്ചാൽ അവിടുന്ന് കിട്ടുന്ന പ്രതികരണം എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും. അതാണ് അഡ്വേഴ്സ് റിയാക്ഷൻ. ആ അഡ്വേഴ്സ് റിയാക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോഴ്സസ് കാണിക്കുന്നത്. റിസോഴ്സസ് ശരിയായിട്ട് കാണിച്ചാൽ അവിടുത്തെ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ വളരെ പോസിറ്റീവായിട്ട് മാറ്റാൻ നമ്മളെ സഹായിക്കും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ വന്ന പർപ്പസ് എന്താണോ അത് സർവ് ആവും, അല്ലെങ്കിൽ ആ പർപ്പസ് സർവ് ആവില്ല. റിസോഴ്സസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആ പർപ്പസ് ഒരു കാരണവശാലും സർവ് ആവില്ല. അപ്പോൾ ഇതാണ് ദ ലോ ഓഫ് ഇൻഫ്ലുവൻസ് പറയുന്നത്. ശരിയായ രീതിയിൽ ഒരാൾ ഇൻഫ്ലുവൻസ്, ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഒരാളോട് ബിസിനസ് പ്ലാൻ പറയാനും, ഒരാളോട് ഈ മീറ്റിംഗിന്റെ കാര്യങ്ങൾ പറയാനും, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് പറയാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ വന്നു, സിസ്റ്റത്തിൽ വന്നിട്ട് ഒരാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? സിസ്റ്റത്തിൽ വന്നിട്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ അയാളോട് കാര്യങ്ങൾ ഒരു സൗഹൃദത്തിന്റെ ബേസിസിൽ പറയാൻ നമ്മൾ ശ്രമിക്കണം. ആസ് എ ഫ്രണ്ട്, നോക്കൂ, ഞാൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. താങ്കൾ ചെയ്താൽ തീർച്ചയായിട്ടും താങ്കൾക്കും അത് ഉണ്ടായിരിക്കും. അവിടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യല്ല ചെയ്യുക. തുടക്കത്തിൽ തന്നെ എന്റെ അധികാരം അവിടെ സ്ഥാപിച്ചെടുക്കല്ല ചെയ്യുക. എന്ത് ചെയ്യണം? റീസണിങ് ആയിട്ട് പറയണം. അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ പറയണം. തുടക്കത്തിൽ വന്ന ഒരാളോട് ഉടനടി 5000 BV ചെയ്യാൻ പറഞ്ഞാൽ അയാൾ അത് കൂട്ടാക്കില്ല. അപ്പൊ എന്ത് വേണം? പടിപടിയായിട്ട് അയാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് വേണം? ശരിയായ ഇൻഫ്ലുവൻസ് നമ്മൾ അവിടെ കൊടുക്കണം. അവിടെ ഒരു പാർട്ട് ബൈ പാർട്ട് പ്രോസസ്സാണ്. ഒറ്റയടിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, റീസണബിൾ ആയിട്ട് അവരോട് സംസാരിക്കണം. അക്യൂട്ട് ആയിട്ടുള്ള പ്രഷർ എന്താണ്? നോക്കൂ, ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ വളരാമെങ്കിൽ നിങ്ങൾ ചെയ്താലും ഇതിൽ വളരാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിച്ചിട്ടുണ്ട്. ചോയ്സ് ഈസ് യുവേഴ്സ്. അത് അവർക്ക് കൊടുക്കണം. ആ ചോയ്സ് ഞാൻ അവർക്ക് കൊടുക്കാണ്. അതിനാണ് അക്യൂട്ട് പ്രഷർ എന്ന് പറയുക. അപ്പൊ അങ്ങനെ റീസണിങ്, ഇൻഫ്ലുവൻസിംഗിൽ തന്നെ 7ഓളം സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മൾ എന്താ പറയാ, കുറച്ചും കൂടിയും ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഡർലി ബേസിസിൽ പറയാം. അതും നമ്മളൊരു കമ്പനിയിൽ പറയുന്ന പോലെ അല്ല പറയേണ്ടത്. അവിടെ എന്ത് പറയണം? നോക്കൂ, നിങ്ങളെക്കാളും ഇത്ര കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നുമില്ലെങ്കിലും ഈ ബിസിനസ്സിനെയും ഈ ബിസിനസിന്റെ അപ്സ് ആൻഡ് ഡൗൺസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഇത് ചെയ്താൽ 100% ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓർ എൽസ് ഇറ്റ് ഈസ് നോട്ട് അപ് ടു മീ. നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും എന്നുള്ളത് ഫൈനലാണ്. അതൊരു ഫൈനൽ ലെവലാണ് പറയുന്നത്. ഇത് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്ടാവുക? അതുപോലെ ബാർഗെയിനിങ്. നിങ്ങൾ ഈ മാസം ഈ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരു പേഴ്സണൽ ഓഫർ ഞാൻ തരാൻ റെഡിയാണ്. ദാറ്റ് ഈസ് എ ബാർഗെയിനിങ്. അപ്പൊ ഇൻഫ്ലുവൻസിൽ തന്നെ 7ഓളം സ്റ്റെപ്പുകൾ പലതുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് നമ്മൾ ഒരാളോട്, നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ തെറ്റാണെങ്കിൽ ഇൻഫ്ലുവൻസ് ഒരിക്കലും വർക്ക്ഔട്ട് ആവില്ല. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി 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 സ്ട്രോങ്. സോ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ലീഡറാന്നുള്ളതല്ല. ഇപ്പൊ ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, അതിനല്ല ലീഡർഷിപ്പ് എന്ന് പറയാ. ആ പ്രോഗ്രാം നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുകയാണെങ്കിൽ കസേര നിങ്ങൾ ഇടുന്നു, ചെയർ നിങ്ങൾ എന്താ പറയാ, ടേബിൾ നിങ്ങൾ ഇടുന്നു, പ്രൊഡക്റ്റ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നു, കമ്പി നിങ്ങൾ കൊണ്ടെത്തിക്കുന്നു, ഇതൊക്കെ മാനേജർ ലെവലാ. ഇത് മാനേജറാണ്. നിങ്ങൾ ലീഡർ ആവണമെങ്കിൽ നിങ്ങളുടെ ടീമിലെ വ്യക്തികളെ അത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം, പ്രചോദനം കൊടുക്കണം, ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പോഴാണ് ലീഡർഷിപ്പ് വരിക. ഈ ബിസിനസ് അങ്ങനെയല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാണോ 3,50,000 BV? അല്ല. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് 3,50,000 എത്തുന്നത്. അതേപോലെ ഒരു ഈവന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാനേജറും, നിങ്ങൾ അതൊരു കൂട്ടമായിട്ട് കൃത്യമായിട്ട് ആർക്കാണോ അതിനുള്ള കഴിവുള്ളത് അത് കൊടുക്കുകയാണെങ്കിൽ എന്താ? അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഗിരീഷ് സാറ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലല്ല, അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലീഡറിനെ ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹം ഫോൺ വിളിക്കും. എന്നിട്ട് എവിടെയാണ്, എന്താ ചെയ്യുന്നത്, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം, ഇവിടെ നമുക്കറിയാം ഈ അടുത്ത് വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടണം. ഈ എത്ര പേര് വരുന്നുണ്ട്, എത്ര ടിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്റെ മനസ്സിൽ നോക്കിയപ്പോ വന്നത് സാറാ. അപ്പൊ സാറ്
അങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റുമോ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്ക് എന്ത് തോന്നും? ഒന്നാമത്തെ ആളെ പറ്റി നല്ലതാ പറഞ്ഞേ, അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണക്ക് ആൾക്ക് അറിയില്ല എന്നുള്ളതാ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മളൊരു സഹായം ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ശരിയായിട്ടുള്ള ഒരു എഡിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട രീതിയാണ്. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പതുക്കെ 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 എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ലിറ്റിൽ ബൈ ലിറ്റിൽ ബൈ ലിറ്റിൽ ബൈ ലിറ്റിൽ ബൈ ഇട്ട് നമ്മളിത് ചെയ്ത് 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 എന്താവും, അതിൽ നമ്മൾ ഫ്ലുവന്റ് ആവും. പിന്നെ ഒരാളോട് എങ്ങനെ ഒരു കാര്യം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഏത് രീതിയിൽ പറഞ്ഞാലാണ് ആൾ കേൾക്കാന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എനിക്കത് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്, എന്നോട് മൂർത്തി സാർ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് നമുക്ക് ഒരിക്കലും നോ പറയാത്ത രീതിയിലാണ് അദ്ദേഹം പറയാ. അതിനെയാണ് ശരിയായ ഇൻഫ്ലുവൻസ് എന്ന് പറയാ. ഇപ്പോ രാജഗിരി പ്രോഗ്രാമിൽ MC ആയിട്ട് നിൽക്കണം. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ 4 രാജഗിരി പ്രോഗ്രാമുകൾ കഴിഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റുകൾ വന്നത്, ആ പ്രോഗ്രാമിൽ ഏറ്റവും മികച്ച പാർട്ടായിട്ട് ആൾക്കാർ പറഞ്ഞത് അർജുൻ MC ആയിട്ട് നിന്നതാ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയാൻ പറ്റുക? എനിക്ക് പറയാൻ പറ്റും ഇനി ഞാൻ MC നിൽക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം അപ്ലൈ ചെയ്ത ടാക്ടിക്സ് ഇതാണ്. അദ്ദേഹം പറയുന്നത്, ഈ കഴിഞ്ഞ 4 പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നത് അർജുൻ MC ആയിട്ട് നിന്നപ്പോഴാണ്. അപ്പോൾ ഈ വട്ടം ഞാൻ ആഗ്രഹിക്കുന്നത് പ്രോഗ്രാം ഏറ്റവും മികച്ചതാവണം, അത് മികച്ചതാവണമെങ്കിൽ അർജുൻ അവിടെ ഉണ്ടാവണം. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ പറയാ എനിക്ക് MC ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ശരിയായ രീതി ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു കാര്യം ഏറ്റെടുക്കാനാണെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാതിരിക്കാനാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ സംസാരിക്കുന്നു, ഏത് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു, ഏത് എക്സ്പ്രഷനിൽ സംസാരിക്കുന്നു, ഏത് മൂഡിൽ സംസാരിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ ഇൻഫ്ലുവൻസ് സ്ട്രോങ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഇൻഫ്ലുവൻസ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ മാനേജർ അല്ല ആവേണ്ടത്, നിങ്ങൾ ലീഡറായിട്ട് മാറണം. ലീഡറായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതെങ്ങനെ വർദ്ധിപ്പിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരോട് നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഡേ ടു ഡേ ബേസിസിൽ മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും കോളുകളും വെച്ച് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലിരിക്കും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് അവരുടെ മേലെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഇൻഫ്ലുവൻസ്. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് പ്രോസസ്. എന്താണ് ലോ ഓഫ് പ്രോസസ്? This law shows that what matters most is what you do over the long haul. If you want to see how someone becomes a champion, look at their daily routine. It requires a lifetime of perseverance and dedication to become a good leader. എന്താണ് ലോ ഓഫ് പ്രോസസ്? അതായത് നിങ്ങളെ ഇപ്പോ ഇരിക്കുന്ന പൊസിഷനിലേക്ക് എന്താണോ എത്തിച്ചത് അതേ കാര്യം തന്നെ യാതൊരു മടുപ്പുമില്ലാതെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പലപ്പോഴും ആൾക്കാർ പറയുന്ന കാര്യം, ഹോം മീറ്റിംഗിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം മീറ്റിംഗിന്റെ കാര്യം ലീഡർമാർ പറയുമ്പോൾ അപ്പൊ പറയും, എന്ത് പറഞ്ഞാലും ഒരു ഹോം മീറ്റിംഗ്. നോക്കൂ, ആ വ്യക്തിനെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കിയ ഒരു ഫാക്ടർ ഹോം മീറ്റിംഗ് ആണ്. എന്താണോ വിജയിച്ചത് അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് അത് എക്കാലത്തെ മികച്ച വിജയമായിട്ട് മാറുന്ന ഒരു സമ്പത്താക്കിയിട്ട് മാറ്റിയെടുക്കുന്നത്. ലോകത്തിൽ ഇന്ന് നിങ്ങൾ വിജയിച്ച ആൾക്കാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഈ പ്രോസസ്സിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. എന്താണോ വിജയിച്ചത് അത് തന്നെ അവർ ഒരു മടുപ്പില്ലാതെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് ജോബിലിരിക്കുന്ന ആൾക്കാർ, അവര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പരീക്ഷ എഴുതിയത് അല്ലെ. ഒരു വട്ടം എഴുതിയ കിട്ടോ? ഇല്ല. 1, 2, 3, 4 ഇതുപോലെ സുഖമുള്ള പരിപാടിയാണോ? വളരെ ബോറടിക്കുന്ന പരിപാടിയാണ് പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവരതിനെ വീണ്ടും വീണ്ടും അതേ ബോറടി ഒരു ശീലമാക്കി മാറ്റി അത് തന്നെ ചെയ്തു. അവസാനം എന്ത് ചെയ്തു? അവർ ഗവൺമെന്റ് ജോബ് കിട്ടി. ഇനി ആ ഗവൺമെന്റ് ജോബ് കിട്ടിയാലും ഇതേ ബോറടി തന്നെയല്ലേ? എന്നും ഒരേ ആൾക്കാരെ കാണുന്നു, ഒരേ സ്ഥലത്ത് ഇരിക്കുന്നു, ഒരേ രീതിയിലെ ഗോസിപ്പ് പറയുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരേ സ്റ്റാമ്പടി തന്നെ. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ചെയ്യുന്ന ഗവൺമെന്റ് പ്രൊഫഷണൽസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് അവർക്ക് ബോറടി ആയിട്ട് തോന്നാത്തതെന്ന് വെച്ചാൽ ആ എൻഡ് ഓഫ് ദ മന്ത് അവർക്ക് കിട്ടുന്ന വരുമാനം അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യവും തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഹോം മീറ്റിംഗ് എടുത്തിട്ടായിരിക്കും ചില ലീഡേഴ്സ് ഇന്ന് നിൽക്കുന്ന ലെവലിലേക്ക് വന്നത്. അതുകൊണ്ട് അവർ ഹോം മീറ്റിംഗിന് പ്രാധാന്യം കൊടുക്കും. അവർ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് ത്രിദിന ക്ലാസ്, ഗിരീസാറിനെ സംബന്ധിച്ച് അദ്ദേഹം സ്റ്റാർ എമറാൾഡിലേക്ക് കുതിക്കാനുള്ള ഒരു പ്രധാന കാരണം ത്രിദിന ക്ലാസ്സുകൾ ആണ്. ആ ത്രിദിന ക്ലാസ്സിന് അദ്ദേഹം ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? അത് വിജയിച്ച ഫോർമുലയാണ്. ആ ഫോർമുല തന്നെ വീണ്ടും വീണ്ടും ചെയ്യാന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പൊ ഈ അടുത്ത് സുരാഗ് സാറിന്റെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, 1930 വന്നതാണ് KFC. ആ KFC അന്ന് തൊട്ട് ഇന്ന് വരെ അവർ ഒരേ കാര്യം തന്നെ ചെയ്യുന്നല്ലോ. ചിക്കനെ ഒരേ റെസിപ്പി വെച്ചിട്ടാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത്.
അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം, വേണമെങ്കിൽ ഈ മാസം തൊട്ട് മട്ടൻ ഇറക്കാം, അപ്പൊ കുറച്ചും കൂടി ആൾക്കാരുണ്ടാവും. ഈ മാസം തൊട്ട് ബീഫ് ഇറക്കാം. നോ, അവർ അന്നും ചിക്കനിൽ സ്റ്റിക്ക് ചെയ്തു, ഇന്നും അവർ ചിക്കനിൽ സ്റ്റിക്ക് ചെയ്തു. 1940 വന്നതാണ് മെക്ഡി. അന്നും അവർ ബർഗർ ഉണ്ടാക്കുന്നു, ഇന്നും അവർ ബർഗർ ഉണ്ടാക്കുന്നു. വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കും കുറച്ച് ചിക്കൻ വറുത്തത് വെക്കാന്ന്. നോ, അവർ ബർഗർ തന്നെ ഫോക്കസ് ചെയ്തു അല്ലെ. എന്താണോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫോം ആയിട്ട് മാറും. അതിനൊരു റൂട്ടീൻ ആക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെ. ഇപ്പൊ തുടക്കത്തിൽ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വന്നപ്പോൾ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ തവിടനെ പറ്റി പറഞ്ഞ് 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 ഇന്ന് ഏത് പാതിരാത്രി നിങ്ങളെ വിളിച്ച് എണീപ്പിച്ചാലും നിങ്ങൾക്ക് തവിടനെ പറ്റി പറയാൻ പറ്റുന്ന മാത്രമല്ല അതൊരിക്കലും ഒരു ബോറടി ആയിട്ട് തോന്നില്ല. കാരണം ഒരു തവണ നിങ്ങൾ MRP DP ഡിഫറൻസിൽ വിറ്റ് കഴിഞ്ഞാൽ ഒരു 45 രൂപ വരെ നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. പ്ലസ് അത് നിങ്ങളുടെ എൻറ്റയർ PV കോൺട്രിബ്യൂഷൻ വരും അല്ലെ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകേണ്ട ഒറ്റ വഴിയുള്ളോ ഇതിനെ ഒരു പ്രോസസ് ആക്കി മാറ്റിയെടുക്കുക. എന്താണോ നിങ്ങളെ ഇപ്പോഴത്തെ പൊസിഷനിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഫാക്ടർ, ആ ഫാക്ടർ തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്രോസസ് എന്ന് പറയുന്നത്. അതിനൊരു ലൈഫ് ടൈം ഡെഡിക്കേഷൻ നമുക്ക് വേണം. അത് കണ്ടിന്യൂസ് ആയിട്ട് മടുപ്പില്ലാതെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ 19 കൊല്ലമായിട്ട് രാജൻ സാർ RCM ചെയ്യുന്നുണ്ട്. മടുപ്പുണ്ടോ? ഒരു മടുപ്പില്ല. കാരണം എന്താ, ഈ പ്രോസസ്സിലൂടെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ആ മടുപ്പിനെ മാറ്റും. ഇപ്പോ സഫയർ മൂർത്തി സാറ്, അദ്ദേഹം കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ചെയ്യുന്നത് എന്താ, ഇതേ പരിപാടി തന്നെ. സെയിം തിങ് ഓവർ ആൻഡ് ഓവർ. അറ്റൻഡിങ് മീറ്റിംഗ്, ഗിവിംഗ് സ്പീച്ചസ്, അറ്റൻഡിങ് മീറ്റിംഗ്, ഗിവിംഗ് സ്പീച്ചസ്, അറ്റൻഡിങ് മീറ്റിംഗ്, ഗിവിംഗ് സ്പീച്ചസ്, ഷോയിങ് പ്ലാൻ, ഷോയിങ് ഹോം മീറ്റിംഗ്. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോറടിക്കില്ലേ? ഇല്ല. കാരണം അക്കൗണ്ടിലേക്ക് 8 ലക്ഷം വരുമ്പോൾ ഒരു ബോറടി ഉണ്ടാവില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ 11 ലക്ഷത്തിന് മേലെ അക്കൗണ്ടിലേക്ക് വന്നേ. എന്ത് ബോറടി ഉണ്ടാവുക? ഒരു ബോറടി ഉണ്ടാവില്ല. ഉള്ള ബോറടിയൊക്കെ മാറും. ഞാനൊരു ദിവസം 2-3 ഹോം മീറ്റിംഗ് ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ പറയുന്നില്ല, പക്ഷെ പരമാവധി എടുക്കാറുണ്ട്. ബോറടി ഉണ്ടാവില്ലേ? ബോറടി ഉണ്ടാവില്ല. കാരണം എന്താ, പുതിയ സ്ഥലം, പുതിയ ആൾക്കാര്, പുതിയ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആ സമയത്ത് വരും. അത് നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടുത്തെ റെസ്പോൺസ്, അത് കഴിഞ്ഞ ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക്, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഒരു സാധാരണ വർക്ക് പ്ലേസിൽ പോയി ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇവിടെ ഓരോ ദിവസം പുതിയ സ്ഥലങ്ങൾ, പുതിയ വ്യക്തികൾ, പുതിയ രീതികൾ, പുതിയ അറിവ്, ഇതൊക്കെ കിട്ടും. എങ്ങനെ? ഹൗ? വി ഡു ദ സെയിം തിങ്. ഒരേ കാര്യം തന്നെ വീണ്ടും 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 നമ്മൾ ചെയ്യുന്നു. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞില്ല നടന്ന് ബോറടിച്ചു എന്ന്? എന്താ, എന്നും നടക്കുന്നല്ലേ? നടന്ന് ബോറടിച്ചു എന്ന് ആരെങ്കിലും പറയണ്ട. ശ്വസിച്ച് ബോറടിച്ചു എന്ന് ആരെങ്കിലും പറയണ്ട. നമ്മുടെ ജീവൻ നിലനിൽക്കാൻ നമ്മൾ ചെയ്യുന്നത് റിപ്പീറ്റഡ് ആക്ഷൻ ആണ് അല്ലെ. ശ്വസിക്കാ വിടുക, ശ്വസിക്കാ വിടുക, ശ്വസിക്കാ വിടുക. റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞില്ല ബോറടിക്കുന്നത്. കുറച്ച് നാള് ശ്വസിച്ച് എനിക്ക് ബോറടിച്ചു, ഇനി ഞാൻ ശ്വസിക്കണില്ലേ? പറ്റുമോ? പറ്റില്ല. ഇറ്റ്സ് റിപ്പീറ്റഡ് ആക്ഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യു ഡു ദ സെയിം തിങ്. യു ഡു ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് അഗെയിൻ അൺടിൽ ഇറ്റ് ബിക്കംസ് സക്സസ്ഫുൾ. ട്രൈ ചെയ്യുക. വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ അതിലെന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും ബെറ്റർ ആയിട്ട് മാറുന്ന ഒരു ലെവലിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോ നമ്മളതിൽ മാസ്റ്റർ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് എ ലോ ഓഫ് പ്രോസസ്. ആ പ്രോസസ് എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു 21 ലോസ് നമുക്ക് നിലവിലുണ്ട്. അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ലോസ്, 3 ലോസ് എത്ര പേർക്ക് ഇതിൽ എഴുതിയിടാൻ പറ്റും? എത്ര പേർക്ക് ഇപ്പൊ ഈ കേട്ട കാര്യങ്ങളിൽ ആ 3 ലോസ് ഏതാന്നുള്ളത് എങ്ങനെ എഴുതിയെടുക്കാം? ഇവിടെ കമന്റ് ബോക്സിൽ എത്ര പേർക്ക് എഴുതിയിടാൻ പറ്റും? നോക്കട്ടെ. എത്ര പേര് ഇവിടെ ജീവനോടെ ഉണ്ട്, എത്ര പേര് ഇവിടെ ആത്മാക്കളായിട്ടുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾ ആദ്യം മുഖം എനിക്ക് കാണുന്നില്ല. എനിക്ക് സജിനി മാഡത്തിന്റെ മുഖം കാണുന്നുണ്ട്. ഒരാൾക്ക് ജീവനോടെ ഉണ്ട്. ഇത് 2 പേർക്ക് ജീവൻ വന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെയുണ്ട്. കുറച്ച് ലതാ മാഡം ഉണ്ട്, ഷൈനി മാഡം ഉണ്ട്, ബിജു സനിൽ മാഡം ഉണ്ട്, അലി അക്ബർ സാർ ഉണ്ട്, പിന്നെ ഹെൻസൻ സാറിന്റെ മകൻ കേൾക്കുന്നുണ്ട്. പിന്നെ ആരാ? ഇപ്പൊ കുറച്ച് ജീവനൊക്കെ വന്നു. ഇതുവരെ ആത്മാക്കളായിരുന്നു. എവിടെ? ആ ഇപ്പൊ ഒരു 10-15 പേർക്ക് ജീവൻ വന്നിട്ടുണ്ട്. ശോഭ മാഡത്തിനൊക്കെ ഇപ്പൊ ജീവൻ വന്നു. ബാക്കിയുള്ളതൊക്കെ ആത്മാവ്. നോക്കൂ, ശരീരമില്ലാത്തതിനെ പറയുന്നതാണ് എന്താ? ആത്മാവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പലപ്പോഴും സ്റ്റാറിന്റെ പോലെ ഞാൻ സംസാരിക്കുന്നത് 3 ജീവനുള്ള ആൾക്കാരും ബാക്കി 99 പേരും ആത്മാക്കളായിരിക്കും. ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. എനിക്കറിയാം രാവിലെ ഈ സമയമായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ പറ്റാത്തതാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വെൻ യു അറ്റൻഡ് സൂം, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ഗംഭീരമായിരിക്കും. പക്ഷെ ആ അറിവിനെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്തത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ എഴുതി കഴിഞ്ഞാലാണ് എന്തുണ്ടാവുള്ളൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ആഴത്തില് പതിയുള്ളൂ.
എഴുതൂ, എഴുതൂ. ഞാൻ ഈ അടുത്ത് നടന്നൊരു ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം, നമ്മള് ഒരു പെൺകുട്ടിയോട് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയോട് പോയിട്ട് ചിലപ്പോൾ ഇഷ്ടം പറയാൻ ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ അനിരുദ്ധൻ സാറേ, ചിലപ്പോൾ ഞാൻ പറയും ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ പേടി കാരണം ഇഷ്ടം പറയാൻ പോയതാ, പക്ഷെ പെട്ടെന്ന് ആ പേടി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിനെ എന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം തീരും, ആ പരിപാടി ഒന്ന് ക്ലോസ് ആവും. പക്ഷേ ഇതേ സമയത്ത് ഞാനൊരു പ്രണയലേഖനം എഴുതി കൊടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും വെച്ച് ആ കുട്ടീനെ ഉപമ ചെയ്യാൻ പറ്റും. കാരണം എന്താ, അവിടെ ഒരു പേടിയില്ല, അവന്റെ മുഖം കാണില്ല, ഞാൻ ഗംഭീരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, നിന്റെ മൂക്ക് ഇങ്ങനെയാണ്, നിന്റെ ചുണ്ട് ഇങ്ങനെയാണ്, നിന്റെ കണ്ണിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണിച്ചങ്ങോട്ട് എഴുതാൻ പറ്റും. ചിലപ്പോൾ ആ ലെറ്റർ ആയിരിക്കും ലൈഫ് മാറ്റുക, ആ ലെറ്റർ ആയിരിക്കും ലൈഫ് മാറ്റുക. അതാണ് എഴുത്തിന്റെ പവർ. അപ്പൊ എഴുതണം, നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ദാ ഇവിടെ ഷീല കൃഷ്ണകുമാർ, ടാർഗറ്റഡ് പേഴ്സൺ, നിത്യേന ഹോം മീറ്റിംഗ് വിജയികൾ ചെയ്യുന്നത് നിത്യേന ചെയ്യുക. ദ ലോ ഓഫ് ലിഡ്, ലോ ഓഫ് ഇൻഫ്ലുവൻസ്, ലോ ഓഫ് പ്രോസസ്. ദ ലോ ഓഫ് ലിഡ് ഇത് ഇട്ടിട്ടുണ്ട്. ഗുഡ്. അപ്പോ പല ആൾക്കാരും ഇട്ടിട്ടുണ്ട്, എന്തായാലും നല്ല കാര്യം. അപ്പൊ നിങ്ങളത് കേട്ടു, നിങ്ങളത് ഉൾക്കൊണ്ട്. അപ്പൊ ഞാൻ 21 ലോസാ പറഞ്ഞത്, പക്ഷെ ഇന്ന് എല്ലാം പറയാനുള്ള സമയം നമുക്ക് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയില്ല, കാരണം അപ്പൊ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനെ ഒറ്റയടിക്ക് തന്നു കഴിഞ്ഞാൽ കാര്യം റെഡി ആവില്ല. ഇപ്പൊ ഈ ഒരു കുപ്പി ഞാൻ ഇതുവരെ നിറയ്ക്കാൻ പറ്റുള്ളൂ, ഇതിനപ്പുറം എനിക്ക് നിറയ്ക്കാൻ പറ്റില്ല. നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, അത് ഓവർഫ്ലോ ആവൂലേ? അപ്പൊ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റുള്ളത് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. കാരണം കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പെർഫെക്റ്റ് ആയി എന്നല്ല പറയണം, കാരണം പെർഫെക്റ്റ് ഒരിക്കലും ആവാൻ പറ്റില്ല രഘു സാറേ. ആവാൻ പറ്റുമോ? ഒരിക്കലും ഒരാൾക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെറ്റർ ആവാൻ പറ്റും. വീണ്ടും 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 നമുക്ക് നമ്മളെ തന്നെ ബെറ്ററിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. RCM എന്ന് പറയുന്നത് നിങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രോസസ്സാണ്. വീണ്ടും വീണ്ടും നിങ്ങളെ റിഫൈൻ ചെയ്ത്, നമ്മുടെ തവിടെണ്ണ റിഫൈൻ ചെയ്ത് വരില്ലേ, അതേപോലെ നമ്മളിങ്ങനെ റിഫൈൻ ചെയ്ത് കെമിക്കലൊന്നും ഇല്ലാതെ ഫിസിക്കൽ പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് RCM. ഈ സിസ്റ്റത്തിൽ നമ്മൾ വന്നിട്ട് നമ്മളെ മാറ്റിയില്ലെങ്കിൽ ഈ സിസ്റ്റം നമ്മളെ എന്നേക്കുമായിട്ട് സിസ്റ്റത്തിൽ നിന്ന് മാറ്റും. അതാണ് RCM ചെയ്യുക. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ 100 പേര് വന്നാൽ 20 പേര് മാത്രം ഈ ബിസിനസ്സിൽ നിലനിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു സവിശേഷത. കാരണം ഇറ്റ്സ് എ ഫിൽട്രേഷൻ പ്രോസസ്. അപ്പൊ ആ ഫിൽട്രേഷൻ അതിജീവിച്ച് നമ്മൾ ഇതിൽ നിലനിൽക്കണമെങ്കിൽ ഈ ആദ്യത്തെ 3 ലോസ് എന്ത് വേണം, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലും നമ്മുടെ ടീമിലും പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഒന്നാണ് ലോ ഓഫ് ലിഡ്. ആ ലിഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ വളർത്തുക, നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, ആ മാറ്റത്തെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി, നല്ല മാറ്റത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തതാണ് എന്താ, ലോ ഓഫ് ഇൻഫ്ലുവൻസ്. നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ എക്സ്പ്രഷൻ. ഒപ്പം തന്നെ എന്താണ്, നിങ്ങൾ സെയിൽസിന് പോവുകയാണെങ്കിലും ഒരാളോട് ബിസിനസ് പറയുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്നാണ് ടാർഗറ്റഡ് പേഴ്സൺ, ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, അയാളെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ എന്താ, റിസോഴ്സസ്. 4 തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. ഒന്നാണ് ടൂൾസ്, ടെസ്റ്റിമോണിയൽസ്, നോളേജ്, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. പിന്നെന്താണ്, ഈ 4 കാര്യങ്ങളും സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്ഷൻ നന്നാവും, നിങ്ങളുടെ പർപ്പസ് ഫുൾഫിൽ ആവും. പിന്നെ ഞാൻ എന്താ പറഞ്ഞേ, ആ ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് പല രീതിയിൽ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആണ് പ്രോസസ്സ്. വിജയിച്ച കാര്യങ്ങൾ വീണ്ടും 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 മടുപ്പില്ലാതെ, ബോറടിയില്ലാതെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും RCM സിസ്റ്റത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ക്ലാപ്പ് ചെയ്യാം, നല്ലൊരു ക്ലാപ്പ് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം നല്ലൊരു സമയം പഠിക്കാനും മാറാനും വേണ്ടി നിങ്ങൾ ഇവിടെ ചെലവഴിച്ചു. ഒപ്പം ഒരു ഇൻഫർമേഷനും കൂടി എനിക്ക് പറയാനുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്യാണ്. നല്ലൊരു മാസം നേരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അത്രേ പറയാനുള്ളൂ. അതിനും കൂടുതൽ മോട്ടിവേഷൻ ഒന്നും നമുക്ക് പറയാനില്ല. എനിക്ക് എന്നോട് അഭിമാനം തോന്നണമെങ്കിൽ ഞാൻ ആ രീതിയിൽ പ്രവർത്തിക്കണം. ഇനിയും അഭിമാനം തോന്നാൻ കുറെ ഉണ്ട്, അപ്പൊ ഇനിയും ചെയ്യാൻ കുറെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM. ഈ പ്രോഗ്രാം